കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാത്ഭുതങ്ങളും അതുപോലെ ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള ആൾക്കാരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും കൂടെയാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അദ്വൈതാനന്ദപുരി ഇന്ന് നമുക്ക് ഈ ചാനലിലൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. നമസ്കാരം. ഭഗവാന്റെ ഈ ചാനലിൽ വരാനും ഈ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പം തന്നെ എത്രയോ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും പകുതിയും അല്ലെങ്കിൽ പൂർത്തീകരണവും ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങ് ഭഗവാന്റെ ചാനലിൽ നമ്മളെ ക്ഷണം സ്വീകരിച്ച് വന്നതിന് ഭഗവാന്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഒട്ടിച്ച് കൊണ്ടുപോകും. അത്ര കൃത്യമായിട്ടാണ്. അപ്പോൾ രാവിലെ എണീക്കണം, ജോലി ചെയ്യണം, പഠിക്കണം. പഠിക്കുന്നത് സ്വാമി പറഞ്ഞു വെച്ചാൽ പിള്ളേ ജോലിക്ക് വേണ്ടി പഠിക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്ത് എന്തെങ്കിലും ഒന്നിന് പഠിച്ച് ആ ജോലിക്ക് വേണ്ടി. ഇല്ലെങ്കിൽ രോഗരക്ഷാർത്ഥം പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പഠിക്കണം. മറ്റത് പഠിച്ചാൽ കുറച്ച് പഠിച്ചാൽ മതി. അതെ, അത് ശരിയാണ്. കൊച്ചിലെ പറഞ്ഞു എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി പഠിക്കുക. അതങ്ങ് പഠിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ഉപരിപഠനം നടത്തിയാൽ നമുക്ക് ജോലി കിട്ടും. ഇല്ല, ലോകരക്ഷയ്ക്കകത്ത് പഠിക്കണമെങ്കിൽ വലിയാണ്, പൈസ കുറവാണ്, ഒരുപാട് പഠിക്കേണ്ടി വരും, ഒരുപാട് ത്യാഗം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ദിവസം കുടുംബസമേതം ഞാൻ ആശ്രമത്തിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ സ്വാമി എന്നെ പെട്ടെന്ന് വിളിച്ചെന്ന് അകത്ത് വിളിച്ചിട്ട് എൻ്റെ കൂടെ പറഞ്ഞു, പിള്ളേ, അതിന് ഞാൻ പറഞ്ഞു ആരോടും പറയാത്ത രഹസ്യം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അകത്തെന്നെ വിളിച്ചിട്ട്, ഞാനിപ്പം പറയാൻ പോണേ പിള്ള ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ ഞാൻ വളർത്തി, ഞാൻ ഇത് എൻ്റെ കൂടെ നിന്നു, എന്നാലും സ്വാമി എൻ്റെ കൂടി ഇതൊന്നും ചോദിച്ചില്ല എന്ന് പറയരുത്. ഞാൻ അപ്പോൾ ഇങ്ങനെ സ്വാമി കട്ടിലിരുന്ന് ഞാൻ താഴെ തറയിലായിട്ട് ഇരുന്നു. അപ്പം പറഞ്ഞു, പിള്ളയ്ക്ക് ഈ ജന്മത്തിൽ 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പിള്ളയ്ക്ക് 2 ജന്മം ഞാൻ ഒഴിവാക്കി തരാം. പക്ഷെ പിള്ള ഒരുപാട് വേദനിക്കേണ്ടി വരും. അത് പിള്ളയുടെ കർമ്മമാണ്. ഈ കർമ്മം പിള്ള തന്നെ അനുഭവിച്ചേ തീരുള്ളൂ. അതെ. അപ്പോൾ അത് അനുഭവിച്ചില്ലെങ്കിൽ എനിക്കിപ്പം മാറ്റി ഇടാൻ എന്നെ കൊണ്ട് പറ്റും. അടുത്ത ജന്മത്തിലായാലും പിള്ള അനുഭവിക്കണം. അതെ, അത് അനുഭവിച്ചേ തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പകച്ചു നിൽക്കാൻ എനിക്കൊന്നും മനസ്സിലായില്ല. 2 ജന്മങ്ങളിലായി അനുഭവിക്കേണ്ടതാണ്. അത് വേണമെങ്കിൽ ഞാൻ ഈ ജന്മം പിള്ളയ്ക്ക് ഇത് 2 അനുഭവിക്കാമെങ്കിൽ ഈ ജന്മത്തിൽ പിള്ള അനുഭവിക്കാം. പിള്ളയ്ക്ക് പറ്റുമോ പറ്റില്ല. ഞാൻ പിള്ളേരെ ജാതകം മാറ്റി എഴുതാൻ പോവുകയാണ്. അപ്പോൾ പിള്ള എൻ്റെ കൂടി ഇപ്പം പറയണം. ഞാൻ എന്നിട്ട് പറഞ്ഞു, പിള്ള ഒരുപാട് നാണം കെടേണ്ടി വരും, പിള്ള ഒരുപാട് പേരടുത്ത് തലകുനിഞ്ഞ് നിൽക്കേണ്ടി വരും, വിഷമിക്കേണ്ടി വരും, കരയേണ്ടി വരും.
ഒക്കെ വരും. ഇതൊക്കെ ഞാൻ കാണുകയാണ്. ഇതൊക്കെ പിള്ള നേരിടേണ്ട കാര്യങ്ങളാണ്. പിള്ള നേരിട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് അടുത്ത 2 ജന്മങ്ങൾ പിള്ള വരേണ്ടി വരും ഇതനുഭവിക്കാൻ. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ജന്മം തന്നെ അനുഭവിച്ചോളാം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് പിള്ള നിസ്സാരമല്ല. 2 ജന്മങ്ങൾ അഡ്വാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അനുഭവിച്ചോളാം. അത് എന്തുകൊണ്ടാണ് പിള്ള ഒറ്റയടിക്ക് എൻ്റെ കൂടെ ഞാൻ അനുഭവിച്ചോളാം എന്ന് പെട്ടെന്ന് പറഞ്ഞത്? തിരിച്ച് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, ഞാൻ സിമ്പിളായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അടുത്ത ജന്മങ്ങളിൽ ഭഗവാൻ എൻ്റെ കൂടെ കാണില്ല. ഈ ജന്മത്തിൽ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല, ഞാൻ അനുഭവിച്ചോളാം. ഭഗവാനെ, മനസ്സിലായി? എനിക്ക് അടുത്ത ജന്മങ്ങളിൽ എൻ്റെ സ്വാമി എൻ്റെ കൂടെ കാണുമോ? ഇല്ലല്ലോ. പിന്നെ എനിക്ക് ഒരു ആശ്രയത്തിനുണ്ട്. ഇപ്പം ഞാൻ അനുഭവിച്ചോളാം എന്ന് ഞാൻ ഭഗവാന്റെ കൂടി ചോദിച്ചു. അപ്പം പറഞ്ഞ, എങ്കിൽ പിള്ള അനുഭവിക്കുക. ഞാൻ 90% മാറ്റിത്തരും പിള്ളേ. 10% പിള്ള അനുഭവിച്ചേ തീരുള്ളൂ. അല്ലെങ്കിൽ അത് ദൈവങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല. അതെ 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 അതെ, ദൈവങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ അതിനൊരു ദൈവത്തിന് പോലും സാധിച്ചിട്ടില്ല എന്ന് പറയാൻ ഞാനൊരു ഉദാഹരണം പിള്ളയ്ക്ക് പറഞ്ഞു തരാം, വിഷമം തോന്നണ്ട. രാമനായി അവതാരം എടുക്കുന്ന സമയത്ത് രാമൻ ബാലിയെ ഒളിച്ചിരുന്ന് അമ്പെയ്തു. അപരാധമാണ്. ഒളിച്ചിരുന്ന് അമ്പയ്യ എന്ന് പറഞ്ഞാൽ അപരാധം. ആ അപരാധം ചെയ്തത് ഭഗവാന് അവസാനം ബാലി തിരിച്ചു ചോദിച്ചു, ഭഗവാനെ, അങ്ങക്ക് എന്നെ വധിക്കണമായിരുന്നെങ്കിൽ ഞാൻ തിരിഞ്ഞു നിന്ന് വരുമായിരുന്നല്ലോ, അങ്ങ് എന്തിനെ അപരാധം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ രാമൻ തന്നെ ചെയ്ത കുറ്റബോധം അദ്ദേഹത്തിന് തോന്നി. അതൊക്കെ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ധർമ്മം പൂർത്തിയാക്കി പോയി. പക്ഷേ ശ്രീകൃഷ്ണനായി അവതാരം എടുക്കുന്ന സമയത്ത് ഈ ബാലിയെ തിരിച്ചു പറഞ്ഞയച്ചു വേടനായിട്ട്. എങ്ങനെ ഭഗവാൻ ശരിക്കും ബാലിയെ കൊന്നോ അതേപോലെ ഭഗവാനെ തിരിച്ചു കൊന്നു. ഇത് സാക്ഷാൽ വിഷ്ണുവാണ് പൂർണ്ണ അവതാരങ്ങൾ എടുത്ത് വന്നതാണ്. എന്നിട്ട് പോലും അവർക്കത് മാറ്റാൻ സാധിച്ചില്ല. അപ്പോൾ ഇവർക്കെല്ലാം ജാതകം എഴുതുന്ന ആൾ വേറെ ഉണ്ട് ഉള്ളേ. അപ്പോൾ ഈ വിഷ്ണുവും ഇവരൊന്നും അല്ല. ശിവനെ 7 ശനി കൊടുത്തില്ലേ? അപ്പോൾ ഇവരൊന്നും അല്ല. ഇവർക്കൊക്കെ എഴുതുന്ന വേറെ ആളുണ്ട് ഉള്ളേ. ആ ആള് എൻ്റെ അടുത്ത് എല്ലാവരും ഇത് ദൈവങ്ങൾക്ക് പോലും അതിൽ നിന്ന് ഊരിപ്പോയിട്ടില്ല. ഞാൻ 90% പിള്ളയ്ക്ക് മാറ്റിത്തരാം, 10% പിള്ള അനുഭവിക്കത്തേ തീരുള്ളൂ. തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞാൽ 100% അനുഭവിക്കേണ്ടടുത്ത് 90% പിന്നെ സാക്ഷാൽ ഈശ്വരൻ മാറ്റിത്തരാമെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയും തലയിലെഴുത്ത് മാറ്റാൻ സാധ്യമല്ല എന്ന്. നമ്മളെല്ലാവരും ജ്യോതിഷികളായിട്ടുള്ള നമ്മളെല്ലാം വിശ്വസിക്കും തലയിലെഴുത്താണ്, നിങ്ങളുടെ കർമ്മഫലമാണ്, കർമ്മഫലം അനുഭവിച്ചേ തീരുള്ളൂ എന്നൊക്കെ നമ്മൾ ജ്യോതിഷി ആയിട്ടുള്ള നമ്മൾ വരുന്ന ആളുകളുടെ പറയുന്നതൊക്കെ അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മളെ കർമ്മഫലം തന്നെയാണ് ഒക്കെയാണ്. പക്ഷേ കർമ്മഫലത്തെ മാറ്റാൻ പറ്റും. ആരെപ്പോലെ ഇതുപോലെ ഒരു ആചാര്യൻ്റെ അടുത്ത് പറ്റിയാൽ, ഇതുപോലെ ഒരു ഗുരുവിനെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് കർമ്മഫലത്തിൽ നിന്ന് രക്ഷ നേടാൻ. ഇതാർക്കും അറിഞ്ഞുകൂടല്ലോ, അത് വേണമെങ്കിൽ ആക്ഷേപിക്കാനേ ആളുള്ളൂ. അപ്പോൾ ഒരു ഗുരുവിൻ്റെ മഹത് വചനങ്ങൾ അവരെ വാക്കുകൾ ശ്രവിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ വേറൊരു തട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ശങ്കരാചാര്യ ഭഗവാൻ മുതൽ ചിന്താലയം ഭഗവാൻ വരെയുള്ള എത്ര അവതാരങ്ങൾ നമ്മുടെ ഈ കേരള ഭൂമിയിൽ വന്നു, എത്ര പേര് രക്ഷപ്പെട്ടു. അതാണ് പറഞ്ഞത്, രക്ഷപ്പെട്ടത് കൈവിരലുകൾ എണ്ണാൻ ഇപ്പം പറ്റുന്നവർ. സാർ എന്തൊക്കെ ആൾക്കാരെ രക്ഷിക്കാൻ പോയിട്ടുണ്ടോ ആ കർമ്മഫലം മഹർഷീശ്വരന്മാർ എടുക്കുകയാണ് ചെയ്യണേ. അതെ, അവരെടുക്കുകയാണ് ചെയ്യണേ. അവരനുഭവിക്കുന്നതൊന്നും അവരെ കർമ്മഫലം അല്ല, മറ്റുള്ളവരുടെ കർമ്മഫലം ഏറ്റെടുക്കാനുള്ള കഴിവ് അവർക്ക് കൂടുതലാണ്. അവർ ദയാലുക്കളാണ്, അവർ സ്നേഹസ്വരൂപന്മാരാണ്. അതുകൊണ്ടാണ് ഈ സന്യാസ പരമ്പരയിൽ ഒരു 99% ആൾക്കാരും അവർ ശരിക്കും ആത്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ഭൂലോകത്ത് വന്ന് മനുഷ്യരുടെ ഇടയിൽ ഇരിക്കില്ല, അവരെവിടെയെങ്കിലും ഒളിച്ചു കളയും. ദുഷ്ടാത്മാക്കളുടെ ഇടയിൽ പോയി ഇരിക്കില്ല. ചെന്നിരുന്നാൽ എന്ത് ചെയ്യും? ഇവരൊക്കെ ദയാലുക്കളല്ലേ, ഇവരൊക്കെ മനസ്സിലൊന്നും ഇല്ലാത്തവരാണ്, അവർ ഈശ്വരന്മാരാണ്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരാൾ പോയി അവരെ ദുഃഖം കണ്ടാൽ ഇവരുടനെ ആ ദുഃഖത്തെ ഏറ്റെടുക്കും, അലിഞ്ഞു പോകും. അങ്ങനെയാണ് രാമകൃഷ്ണദേവന് പണി കിട്ടിയത്. രാമകൃഷ്ണദേവന് പണി കിട്ടിയത് അങ്ങനെയാണ്. ശരിക്ക് ആർക്ക് അല്ലാത്തവർ കിട്ടിയിട്ടുള്ള എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം ഒരിക്കൽ കൂടി എനിക്കൊന്ന് രാമകൃഷ്ണ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം വന്നു സത്യം. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവർക്കും പറഞ്ഞ ഒരു പണിയെന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ഒരു മാത്രയിൽ
ഇവർക്കെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാം ദയാലുക്കളാണ്. ഇപ്പം സ്വാമി ഇരിക്കുന്നു, സ്വാമി അവിടെ സ്വാമിയെ കാണാൻ വേണ്ടി പലരും വരാറുണ്ട്. സ്വാമിയെ കണ്ട് പലരും സംസാരിക്കാറുണ്ട്, പലരും ഫോണിലൂടെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? സ്വാമിയുടെ അടുത്ത് ഇതെല്ലാം വന്ന് ഇപ്പോൾ അങ്ങയെക്കുറിച്ച് തന്നെ ഞാൻ പറയാണ്, വന്നെല്ലാം പറയുമ്പോൾ അങ്ങ് ഉടനെ തന്നെ ഒന്ന് കേട്ട ഉടനെ തന്നെ അവർക്കൊരു നന്മ വരാൻ വേണ്ടിയിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കും. ഈ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ വഴി നമ്മൾ കുറേ ഏറ്റെടുക്കുകയാണ്. ഇപ്പം ചില ദിവസങ്ങളിൽ ശരിക്കും നമ്മൾ കൺസൾട്ടേഷൻ രാവിലെ 8 മണിക്ക് കൺസൾട്ടേഷന് തുടങ്ങിയാൽ ചിലപ്പോൾ 10-25 പേരെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. കാരണം നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണവരായിരിക്കും. ഈ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു കൂടുതൽ നെഗറ്റീവ് എനർജി വരും. ഈ നെഗറ്റീവ് എനർജി വരും വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ജീവച്ചവമായി മാറും. നമ്മളെ പോസിറ്റീവ് എനർജി മൊത്തം നഷ്ടപ്പെടും. പിന്നെ ഈ ഇത്രയും പേരെ നോക്കാൻ പറ്റുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പലരും എന്നോട് ചോദിക്കും, ഞാൻ ഈ ജോലിയിലേക്ക് പ്രവേശിച്ച പിന്നെ എനിക്ക് ബോധമില്ല, എനിക്ക് വിശക്കൂല, എനിക്ക് ദാഹമില്ല, ഞാൻ ഇതിലങ്ങ് മൊത്തം ശ്രദ്ധകാലമായിട്ടിരിക്കും. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ 4 വയസ്സ് തൊട്ട് കാണുന്നതാണ്. ഭഗവാൻ രാവിലെ എഴിച്ച് ഇരുമ്പ് പണി കൂടം എടുത്ത് അടിക്കുന്ന കണ്ട അവിടെ ഒക്കെ കുലുങ്ങും. അവള് ശകലം പൊക്കെ ഉള്ളതെങ്കിലും സ്വാമി എടുക്കുന്ന കൂടം എടുത്ത്, കൂടം എന്ന് പറഞ്ഞാൽ വലിയ ഇരുമ്പിലെ ഇതാണ്, എടുത്ത് കത്തി ഉണ്ടാക്കും. ഇരുമ്പ് അത് ഇരുമ്പിനെ ആണ് അടിച്ച് ഇതാക്കി എടുക്കണത്. ഉരുക്കിനെയാണ്, ഇരുമ്പല്ല ഉരുക്കാണ്. ഇരുമ്പ് ചീത്തയാവും പെട്ടെന്ന്, ഉരുക്ക് ചീത്തയാവില്ല. അതിലാണ് ഈ കത്തി ഉണ്ടാക്കുന്നത്, റബ്ബർ ടാപ്പിംഗ് കത്തി ഉണ്ടാക്കണേ. സൂര്യൻ അസ്തമിക്കുന്നതിന് ശേഷം ഇതിൽ മൂർച്ച കൊടുക്കാൻ പറ്റില്ല, അപ്പോഴാണ് നിർത്തണേ. ഇത്രയും ജോലി ചെയ്ത് കണ്ട സ്ഥിതിക്ക് ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ലെന്നാണ് ഞാനിപ്പോൾ പറയണേ. അന്നേരം വേർത്ത് കുളിച്ച് ഈ വെയിൽ ചൂടത്ത് ഇരുന്ന് കഷ്ടപ്പെട്ടാണ്. ഞാനിപ്പോൾ ഏസിക്കകത്തൊക്കെയാണ് ഇരിക്കുന്നത്, പോകുന്ന സ്ഥലങ്ങളിലെ ഏസിയാണ്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്രയും സമയം ഇരുന്ന് അത്രയും സമയം ജോലി ചെയ്യുമ്പം തന്നെ എനിക്ക് ആ സ്വാമി ചെയ്തതിൻ്റെ 10-1 ഭാഗം ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഞാനിപ്പോഴും പറയുന്നത്. ശരിയാ. ഇന്ന് ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കിയതും ഭഗവാൻ ഉണ്ടാക്കിയതും ഈ ഇരുമ്പിൽ നിന്ന് ഇരുമ്പിനെ ഉരുക്കാക്കി രക്തം ദേഹത്ത് ചിലപ്പോൾ ഈ ഇത് അടിക്കുമ്പം ഈ ചീളിയൊക്കെ പൊട്ട് വീഴുന്ന ദേഹമൊക്കെ മുറിഞ്ഞ് രക്തം എടുത്തോണ്ടിരിക്കും. ആ രക്തം എടുക്കണ പോലും അറിയില്ല, കാരണം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. കണ്ണിലേക്ക് ഇരുമ്പിൻ്റെ പൊടി വീണിട്ടുണ്ട് സ്വാമിയുടെ. എന്നിട്ട് ആ കണ്ണും വച്ചിട്ട് എന്നാലും അവസാനം 87 വയസ്സ് വരെയും കാഴ്ചയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. ഭഗവാൻ ആക്റ്റീവായിരുന്നു. ഭഗവാൻ അവസാനം വരെയും പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം അവസാനം കുറച്ച് കഷ്ടത അനുഭവിച്ചപ്പോൾ സ്വാമി പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് ഞാൻ നേരത്തെ ആരെയെന്നെങ്കിലും എടുത്തതല്ല പിള്ളേ, ഇനി കുറേ പേര് അനുഭവിക്കാനുള്ളതിനെ ഞാൻ അനുഭവിച്ച് തീർത്തിട്ട് പോകാൻ പോവുകയാണ്. സ്വാമി ആലോചിച്ച് നോക്കണം. ഈ നേരത്തെ ചിലപ്പം എന്നെപ്പോലെയുള്ള മഹാഭാവികൾ ഇനിയും കിടന്ന് കുറേ കഷ്ടപ്പെടാനുള്ള കഷ്ടപ്പാടിനെ ഭഗവാൻ അവസാനം അനുഭവിച്ച് ദഹിപ്പിച്ച് തീർത്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്, നമ്മളെ വീണ്ടും രക്ഷിക്കാൻ വേണ്ടി. അതുവരെ എടുത്തത് മാത്രമല്ല, കാരുണ്യ കടലായിരുന്നു അദ്ദേഹം. എനിക്കറിയാം, കാരുണ്യ കടലെന്നാ എന്തെല്ലാം തന്നിട്ടുണ്ട് എനിക്ക്. വസ്ത്രം, അത് എന്തും അദ്ദേഹം ഒന്നും വയ്ക്കില്ലല്ലോ. എന്ത് വന്നോ അതിനെടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് സന്തോഷിക്കുന്ന ആളാണ്. ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അദ്ദേഹം സന്തോഷം, അദ്ദേഹം ഒരാൾ കഴിക്കുമ്പോഴാണ് സന്തോഷം. അദ്ദേഹം കഴിക്കില്ല, കാണുന്നതാണ് സന്തോഷം. ഒരാൾ നല്ല വസ്ത്രം കൊണ്ടുവന്ന് അത് വേറൊരാൾ ഇട്ട് കാണുന്നതാണ് ഭഗവാൻ ഇഷ്ടം. അല്ലാതെ ഭഗവാൻ അത് കഴിക്കുക, അല്ലെങ്കിൽ എനിക്കിത് ഇട്ട് ഞാൻ കണ്ണാടി നോക്കുക, ഇതൊന്നും അല്ല ഭഗവാൻ ഇഷ്ടം. ശുദ്ധിസായി ഭഗവാൻ ആഹാരം കൈകൊണ്ട് തന്നെ ഇളക്കി ആളിലേക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അതെ അതെ, നമ്മൾ അതിൻ്റെ ചരിത്രത്തിൽ നോക്കുമ്പം അവരൊക്കെ അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് സാക്ഷാൽ ഈശ്വര തുല്യനായിരിക്കല്ലേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ സമാധി പോയി ഒരു ദർശനം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇന്നും മഹാരാഷ്ട്രയിൽ ഒരു കുടുംബത്തിൻ്റെ ശരിക്കും ഒരു വിഹിതം അദ്ദേഹത്തിന് വേണ്ടി വെച്ചിട്ടാണ് ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നത്. ഒരു ബിസിനസ് ചെയ്താലും എന്ത് ചെയ്താലും ഇപ്പോഴും കൊണ്ടുവന്ന് ഒരു വിഹിതം അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കേ. ഇന്ന് നമ്മളെ ആൾക്കാർക്കൊന്നും അതില്ല, നന്ദിയില്ല, കേരളീയർക്ക് ഒട്ടുമില്ല. കാരണം അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി സ്വാർത്ഥരാണ് കേരളീയർ, എല്ലാ പേരും സ്വാർത്ഥര്. ഇപ്പോൾ സ്വാമിയെ അടുത്ത് വന്നു, സ്വാമിയെ കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായി പോയാൽ പിന്നെ അവനെ ആലുവ മണപ്പുറത്ത് തപ്പിയാൽ പോലും കിട്ടില്ല, നോക്കൂല, കണ്ട തല തിരിച്ചു പോകണം. ഒത്തിരി അനുഭവങ്ങളുണ്ട്. അത് സത്യം, അതേ ചെയ്യുള്ളൂ. നമ്മൾ മൈൻഡ് പോട്ടെ, അത്രേ ഉള്ളൂ. അല്ല, മൈൻഡ് ചെയ്യാൻ നിന്നാൽ നമുക്ക് അതിന് നേരം വരുള്ളൂ. അതേ നേരം വരുള്ളൂ. ചിലപ്പം വിഷമിക്കും നമ്മളിതൊക്കെ ചെയ്തിട്ടും
ആളുകൾ ഇങ്ങനെ ആയിപ്പോയല്ലോ ഈശ്വര എന്ന് ചിന്തിക്കും. ഇപ്പോൾ സ്വാമി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്? ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് സ്കന്ദപുരാണമാണ്. അത് രാമായണം പോലെ വൃത്തനിബദ്ധമായി എഴുതുകയാണ്. അയ്യോ. കേക, കാകളി, കളകാഞ്ചിയില്ല, മഞ്ചരി, അന്നനടം, ഈ വൃത്തങ്ങളെല്ലാം എഴുതണം. ഏകദേശം 3/4 ഭാഗമായി. അത് പദ്യരൂപത്തിൽ രാമായണം പോലെ പദ്യത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം ഈ മാസം ഫെബ്രുവരിയിൽ തന്നെ ശിവദർശനം പുറത്തിറങ്ങും. ശിവപുരാണം മുമ്പ് പറഞ്ഞല്ലോ. അതെ. മൊത്തം 23ാമത്തെ കൃതിയാണ് ഈ പറയുന്നത്. അയ്യോ. അത് ഓരോരുത്തർ ജീവിക്കുന്നുണ്ട്. ഈ സാറ് നേരത്തെ അല്ല, ഇതൊന്നും സ്വാമിയുടെ പേരിലല്ല ഇറങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അദ്വൈതാനന്ദപുരി തന്നെ. സന്യാസത്തിന് ശേഷം മുമ്പ് പോത്തങ്കോട് ഉണ്ണിയെന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സന്യാസമായതിനു ശേഷം പിന്നീട് ഇറക്കി എഡിഷൻ മാറ്റിയവർ പേര് മാറ്റി ഈ പേരിലേക്ക് വന്നിട്ടുണ്ട്. അല്ല, മനസ്സിലായി. ഇപ്പോൾ ആ പേര് തന്നെയാണ് എഴുതുന്നത്, അദ്വൈതാനന്ദപുരി. അങ്ങനെ സന്യാസമായപ്പോൾ ഇനി വേറെ പേരായിക്കൂടാ. ഇല്ല, നമ്മൾ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്തല്ലോ. ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ട് അദ്വൈതാനന്ദപുരിയായെന്ന് ആശ്രമത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തി. അപ്പോൾ ഇനി പിന്നെ പേരും ഒപ്പം മാറാൻ പറ്റില്ല. അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഈ തീവ്രവാദവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പേര് മാറ്റണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണിക്കണമെന്നുണ്ട്. നമ്മൾ ഗവൺമെൻറ് പ്രസ്സിൽ പോകുമ്പം അവർ ചോദിക്കും എന്തിനാണ് ഈ പേര് മാറ്റുന്നതെന്ന്. ഗസറ്റ് കൊടുക്കണമെങ്കിൽ ഗസറ്റ് കൊടുക്കണമെങ്കിൽ പിന്നെ പൈസ വലിയ 14,000 രൂപ അടയ്ക്കണം ഇപ്പം. അതെ, എനിക്കറിയാം പേര്. അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പോൾ പുസ്തക രചനയാണ് മെയിനായിട്ട്. അത് നേരത്തെ ചിന്താലയം ഭഗവാൻ സരസ്വതി കൃപ ഭഗവാൻ കണ്ടതാണ്. ഭഗവാന്റെ അമ്മ നോക്കുന്നത്, അമ്മയുടെ ദൃഷ്ടി പതിഞ്ഞിക്കണ തമ്പുരാന് കാണാമല്ലോ. അതെ അതെ, ഇങ്ങനെ കണ്ട് എഴുതിക്കാൻ പറഞ്ഞതാണ്. അല്ല, ഭഗവാൻ അത് പറഞ്ഞെങ്കിൽ, ഭഗവാൻ അങ്ങനെ സരസ്വതി നോട്ടമുണ്ട്, സരസ്വതി കൃപയുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ സാറ് പിന്നെ സ്വാമി അതിലേക്ക് തന്നെ കൂടുതലായിട്ട് തിരിയണം. കാരണം ഞാൻ വീണ്ടും ഇപ്പോൾ ഈ ചാനലിലൂടെ ഇരുന്ന് പറയാണ്, ഞാൻ വീണ്ടും ഒരു കാര്യം അങ്ങ് രാവിലെ എന്നോട് പറഞ്ഞുവെങ്കിൽ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. സാക്ഷാൽ ഭഗവാനെ കുറിച്ച് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് സന്തോഷം. ഒരുപാട് പേര് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. 100% അത് ഭഗവാനെ കുറിച്ച് നമുക്കൊരു സമ്പൂർണ്ണമായിട്ട് എഴുതാൻ ആർക്ക് സാധ്യമല്ല. കാരണം സാക്ഷാൽ ഈശ്വരനാണ്. അദ്ദേഹം എവിടെയൊക്കെ എങ്ങനെയൊക്കെ കഴിഞ്ഞു എന്ന് ഒന്നും നമുക്ക്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങേക്ക് അറിയാം? ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അറിയാം. പിന്നെ അവിടെ വെച്ച് തുടങ്ങാം. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം മകം, ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയാം. 1109 മിഥുന മാസത്തിലെ മകനക്ഷത്രം രാവിലെയാണ് ജനിച്ചത്. അതൊക്കെ എനിക്ക് ഗ്രഹനിലയൊക്കെ ഞാൻ തയ്യാറാക്കി ഒരു പ്രാവശ്യം. തയ്യാറാക്കി കണ്ടു അവിടുത്തെ ഗ്രഹനില ഒന്ന് നമുക്ക് ആ ഗ്രഹനിലയിൽ തന്നെ ശരിക്ക് 5 ഗുളികൻ, ഇപ്പം മക്കളില്ല. 9 ശനി, മുക്തികാരകൻ, ശനി കുംഭത്തിൽ. 9 പൂർവ്വപുണ്യമല്ലേ? പൂർവ്വപുണ്യത്തോടു കൂടി 9 ശനി പിതൃകാരകനുമാണ്. ശുക്ര നീചത്തിൽ, ഭാര്യാസൗഖ്യം, വിവാഹമില്ല. അപ്പോൾ ഇതെല്ലാം ആ ജാതകത്തിൽ തന്നെ ഇതൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ്. അതിൽ നിന്ന് മുക്തനായിട്ട് നേരെ പോകുന്നു. ഈ ബന്ധങ്ങളെല്ലാം വിട്ടിട്ട് ഇതൊക്കെ ജന്മജന്മാന്തരങ്ങളായി തീർന്നു പോയതാണ്. പിന്നെ അപ്പോൾ ഇപ്പോൾ അദ്ദേഹം വന്നത് തന്നെ ചെറിയ ദൗത്യം ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്നിട്ട് ഇവിടെ അങ്ങ് നിന്ന് അത് കഴിഞ്ഞിട്ട് പോകാമായിരുന്നു. പോവാതെ ഈ ഓരോരുത്തരെ കണ്ട് ഈ ആളുകളെ പാവത്വം കണ്ടിട്ട് ലോകരക്ഷാർത്ഥം പിന്നെ അങ്ങ് ഇവിടെ വന്ന്. ഇവരൊക്കെ ദയാലുക്കളല്ലേ. അവരൊക്കെ എന്തെങ്കിലും ചെയ്യാതെ പോകാനായിട്ട് മനസ്സ് വന്നില്ല. ഒരിക്കൽ ഞാൻ ഹിമാലയത്തിൽ 12 പ്രാവശ്യം ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഹിമാലയത്തിലെ അമർനാഥ് വരെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഹിമാലയ യാത്രകൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പോയിട്ട് ഭഗവാൻ ഉള്ളപ്പോഴാണ് ഞാൻ ഹിമാലയ യാത്രയെല്ലാം ചെയ്തത്. കാരണം ഭഗവാൻ്റെ കൂടി ചോദിച്ച് പാദത്തിൽ തൊട്ട് തൊഴുതിട്ട് പോകുമ്പോൾ എനിക്ക് പിന്നെ ഞാൻ പോണ ദൗത്യം കംപ്ലീറ്റ് പൂർത്തിയാക്കി സന്തോഷത്തോടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പോയപ്പോൾ പറഞ്ഞു, പിള്ള ഹിമാലയത്തിലെ മാനസ സരോവരം നമ്മൾ പോയിട്ട് അതിനപ്പുറമുണ്ട്, അവിടെ ഒന്നും ഇപ്പം വിടുന്നില്ല. അപ്പോൾ അതിനപ്പുറത്തോട്ട് പോയാൽ പിള്ളേ. ഞാൻ പറഞ്ഞില്ല ഭഗവാൻ, അതിനപ്പുറത്തുള്ള കുറേ മഹാ അത്ഭുതങ്ങളുണ്ട്.
ഭഗവാനോട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം ചോദിച്ചു വന്നപ്പോൾ അത് ഒരു 250 വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ അപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് അവന്മാർ പിന്നെ അതിനെ മാറ്റി ഇങ്ങനെ പറയണം. അപ്പോൾ ഞാൻ ഇങ്ങനെ 250 വർഷത്തിന് മുമ്പ് എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു ഭഗവാൻ ഇപ്പോൾ ഇത്രയും വയസ്സല്ലേ ആയുള്ളൂ ഞാൻ. അപ്പോൾ ചിരിച്ചിട്ട് എൻ്റെ പറഞ്ഞു, പിള്ളേ ഞാൻ 2 ജന്മം അവിടെ സമാധിയായിട്ടുണ്ട്. 2 ജന്മം എന്ന് പറഞ്ഞാൽ ഏതോ 2 മഹാമഹർഷിവര്യന്മാരായിട്ട് അവിടെ ഇന്ന് ഈ പറയണ ഏതോ മഹർഷിവര്യന്മാർ എന്നിട്ട് ഞാൻ 2 ജന്മം അവിടെ എനിക്ക് ഹിമാലയത്തിൻ്റെ മുക്കും മൂലകളും അറിയാം. ഞാൻ 2 ജന്മം അവിടെ ജീവിച്ചതാണ്, ഹിമാലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാന് അത്ര അപ്പോൾ ഇന്ന് ഈ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ഈ രോഗലക്ഷാർത്ഥം ഇങ്ങോട്ട് വന്നത്, ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയും അതാണ് പറഞ്ഞു, ഇത്രയും ജ്ഞാനമുള്ള ആൾ. അപ്പോൾ ഈ ശരിക്ക് 4 യുഗവും കണ്ട ആളാണ് ഭഗവാൻ. 4 യുഗത്തിലും ജീവിച്ചിരുന്നു. 4 യുഗത്തിലും ജീവിച്ചിരുന്നു. 4 യുഗത്തിലെ കാര്യം അറിയാം. അതുകൊണ്ട് ഭഗവാൻ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഈ കലിയുഗത്തിലെ കാര്യങ്ങളായിരിക്കത്തില്ല. അതാണ് മുൻജന്മത്തിലെ ചില മഹർഷിമാരായിരുന്നത് കൊണ്ടാണ് ഇത്തവണ അദ്ദേഹം അതെ പൂർണ്ണമായി അദ്ദേഹം അവിടെ നിന്ന് ഇരിക്കാതെ നേരെ ഇങ്ങ് വന്നത്, അല്ലാതെ ധൈര്യം കാണിക്കൂല. ഇതുപോലെ ഈ ഇവിടെ വന്ന് 87 വയസ്സ് വരെ ഇവിടെ വന്നിരുന്ന് ഈ ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി രക്ഷകനായി ഒരു മുറി ഓരോരുത്തരെ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഓരോ ആചാരം. അതാണ് ഞാൻ സ്വാമിയോട് പറഞ്ഞ ഭഗവാന്റെ പൂർണ്ണ ഒരു ഗ്രന്ഥം നമുക്ക് എഴുതാൻ പറ്റിയാൽ. കാരണം ഞാനത് പറയാനുള്ള കാരണം എഴുതാൻ പറ്റും, അങ്ങനെ കൊണ്ട് പറ്റും. കാരണം സ്കന്ദപുരാണം ഒരു മഹാഭാരത രൂപത്തിൽ അല്ലെങ്കിൽ രാമായണ രൂപത്തിൽ എഴുതുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഞാൻ സ്കന്ദപുരാണം വായിച്ചു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി അങ്ങേ കൊണ്ട് എഴുതിക്കുന്നതാണ്. മനസ്സിലായില്ല? അദ്ദേഹം എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. ഇനി മുരുക യുഗമാണ്. അതിന് സംശയം വേണ്ട. ആ മുരുക യുഗത്തിന്റെ തുടക്കത്തിൽ അങ്ങേ കൊണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ ഗ്രന്ഥം എഴുതിക്കുക എന്ന് പറയുന്നത് അത് അദ്ദേഹം അറിഞ്ഞെഴുതിക്കുന്നതാണ്. ഞാൻ ആ സ്കന്ദപുരാണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പൂർത്തിയാക്കി പളനിയെ കൊണ്ട് പൂജിക്കാം. 100% നമുക്ക് അവിടെ കൊണ്ടുവന്ന് പൂജിച്ച് ഭഗവാന്റെ പാദത്തിൽ വെച്ച് അതിനെ പൂജ ചെയ്ത് അത് ഇറക്കണം. അത് വലിയ ഒരു ദൗത്യം ആണ്. അത് തീർന്ന ഉടനെ വീണ്ടും പറയണം തമ്പുരാനെ കുറിച്ച് എഴുതണം. കാരണം തമ്പുരാനെ കുറിച്ച് നമുക്കൊരു ആധികാരികമായിട്ട്, കാരണം ഒരുപാട് ഭക്തരിൽ നിന്ന് കിട്ടിയ അറിവുകളുണ്ട് നമ്മളെ കയ്യിൽ. 30 ദിവസം കൊണ്ട് അത് തീരും സാർ. അത് കഴിഞ്ഞ ഉടനെ, കാരണം 30 ദിവസമല്ല 15 ദിവസം കൊണ്ട് തീർന്ന നമ്മൾ 16ാമത്തെ ദിവസം ഞാൻ ഇത് അങ്ങോട്ട് പറയാണ്, 16ാമത്തെ ദിവസം ഭഗവാന്റെ സമാധി ചെന്ന് നിന്ന് ഭഗവാന്റെ കൂടെ അനുവാദം വാങ്ങി ഭഗവാന്റെ അനുവാദം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ അങ്ങേ പോലെ ഒരാളിന് ഭഗവാൻ അനുവാദം തരും. കാരണം അദ്ദേഹം തന്നെ അനുഗ്രഹിച്ച സരസ്വതിയുടെ കൃപയുള്ളവനാണെന്ന് പല പ്രാവശ്യം അങ്ങേരെ മുഖത്ത് നോക്കി പറഞ്ഞെന്ന് വെച്ചാൽ അതിന് ദൗത്യം ഏൽപ്പിച്ചതാണ്. അത് ഇത്രയും വൈകിയെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? ഇത്രയും വൈകിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എഴുതിച്ച് സാക്ഷാൽ മുരുകൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അതും കൂടി എഴുതി കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. കാരണം ഇപ്പൊ സ്കന്ദയുഗമല്ലേ, അപ്പൊ മുരുക ഭഗവാനാണല്ലോ, ജ്യോതിഷത്തിന്റെ ദേവനാണ്. സാക്ഷാൽ അച്ഛന് വരെ ജാതകം എഴുതി കൊടുത്ത മോനാണ്. മനസ്സിലായില്ലേ? മഹാദേവന് വരെ ജാതകം എഴുതി കൊടുത്ത ആളാണ്. അപ്പൊ അത്രയും പ്രവാചകനാണ് അദ്ദേഹത്തിന്റെ അത്ര ഒരു മുൻകൂർ പ്രവചിക്കാൻ കഴിവുള്ള ആരുമില്ല. ആ ഭഗവാന്റെ ഗ്രന്ഥം എഴുതി തീർന്ന ഉടനെ ഇപ്പം ഈ വേളയിൽ നമ്മൾ കാണാനും ഇങ്ങനെ ഒരു ദൗത്യം എൻ്റെ മനസ്സിൽ തോന്നി. രാവിലെ പറയാൻ ഞാൻ എത്രയോ എഴുത്തുകാർ നമ്മൾ ആശ്രമമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, എൻ്റെ അറിവിലുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നമുക്കിത് അത് എത്രത്തോളം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ ഭക്തരെ നിന്ന് ഇതുപോലുള്ള ഡീറ്റെയിൽസ് എഴുതണത് ഞാൻ അതെ അങ്ങ് എഴുതി അതൊരു അനുഭൂതിയല്ല, അത് ഭഗവാൻ തന്നെ അങ്ങയിൽ നിന്ന് എഴുതിച്ചോളൂ. കാരണം ഭഗവാന്റെ കാര്യം എഴുതിക്കാന്ന് ഭഗവാന്റെ കൃപയില്ല നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാന്റെ അനുഗ്രഹം. അപ്പോൾ അത് നമുക്കൊരു ശരിക്ക് നല്ലൊരു പുസ്തക രൂപത്തിൽ നമ്മളെ ഇനി വരുന്ന തലമുറയ്ക്ക് വ്യാഴാഴ്ച അതെ ഇന്ന് ഗുരുവിൻ്റെ ദിവസമാണ്. ഇന്ന് ഗുരുവിൻ്റെ ദിവസവും അങ്ങേക്ക് നമ്മളിന്ന് ഇത് സംസാരിക്കാനും ഭഗവാന്റെ പൂർണ്ണ സന്നിധിയിലിരുന്ന് ശരിക്കും ഭഗവാന്റെ പ്രസൻസ് ഉള്ള സ്ഥലമാണ്. ഇവിടെ വന്ന് കയറുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് ഭഗവാന്റെ പ്രസൻസ് ഉള്ള സ്ഥലമാണ്. ആ പ്രസൻസ് ഉള്ള ഈ സ്ഥലത്ത് ഇരുന്ന് ഭഗവാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ സത്യം. കേട്ടോണ്ടിരുന്ന് നമുക്ക് അവിടെ സാറ് പറഞ്ഞ പോലെ സമാധി പോയി അതെ 100% ഭഗവാന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് അങ്ങ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു
നമ്മളാൽ കഴിയണം ഈ ജന്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശരിക്ക് അങ്ങക്ക് എനിക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാവും. കാരണം എന്തെന്ന് വെച്ചാൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇനി വലിയ തലമുറ ഭഗവാനെ കണ്ടിട്ടില്ല. ഇപ്പം ഉള്ളവർ വരെ ഭഗവാനെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ ഈ ചാനലിലൂടെ തന്നെ കണ്ടിട്ട് ആയിരങ്ങൾ വന്ന് ഭഗവാനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ഇത്രയും ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നിട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന എത്രയോ പേര് എന്നെ തന്നെ ഡെയിലി വിളിക്കാറുണ്ട്. എത്രയോ പേര് അവരുടെ അനുഭവങ്ങൾ സ്വാമിയെ കാണാതെ ഈ ചാനലിൽ കണ്ടിട്ട് ഭഗവാനെ സ്മരിച്ചവർക്ക് കിട്ടിയ അനുഭവം ജീവിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. കണ്ണുള്ളവർക്ക് കാണാം. ഓരോ മൂലയിൽ ഇരുന്ന് ഉള്ള അനുഭവങ്ങൾ നൂറ്റിക്കണക്ക് പേരുടെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നൂറ്റിക്കണക്ക് പേരുടെ അനുഭവങ്ങൾ വിളിക്കാണ്. അനുഭവങ്ങൾ വിളിച്ച് പറയാം. പിന്നെ അപ്പോൾ ഈ അനുഭവങ്ങൾ ഓരോരുത്തർ വിളിച്ച് പറയുമ്പോഴും എനിക്കത് കേൾക്കുമ്പം അവർക്ക് വലിയ അതിശയമായി തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിശയമല്ല. കാരണം ഭഗവാന്റെ കാര്യത്തിൽ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഭഗവാൻ സാധിക്കാത്തതായി ഒന്നുമേ ഇല്ല. അതെ, പ്രപഞ്ചത്തിൽ എന്തും ഭഗവാനെ കൊണ്ട് സാധിക്കും. എന്ത് സാധിക്കുന്ന എന്ത് സാധിക്കും. കാരണം അദ്ദേഹം തന്നെയാണ് ഈശ്വരൻ. ഭഗവാൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ അസാധ്യമായിട്ടുള്ള ഒരാളിൻ്റെ ചിലപ്പോൾ ഗുരു പരമ്പരകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ചിലപ്പം ഭഗവാന്റെ ഗ്രന്ഥം പോലെ ഒരു ഗ്രന്ഥം ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് ഈ ഗുരുക്കന്മാരെ. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ചില അനുഭവങ്ങൾ ചിലർക്കുണ്ടായ അനുഭവങ്ങളല്ലാതെ ഇത് അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഭഗവാൻ. അനുഭവങ്ങളുടെ കൂമ്പാരമാണ്. അവിടെ വന്നിരിക്കുന്ന ഓരോ ഭക്തരെ എടുക്കുമ്പോഴും ഈ ഭക്തർക്ക് ഏതെങ്കിലും ഒരു അനുഭവം ഇല്ലാത്ത ഒരു ഭക്തനില്ല. അതെ അതെ, ഉറപ്പ്. ഒരു അനുഭവം ഇല്ലാത്ത ഒരു ഭക്തനില്ല. ആ അനുഭവമുള്ള ഭക്തനാണ് ഈ അനുഭവം പുറത്തു പറയാൻ മടി. നമുക്ക് അപ്പൊ ഈ അനുഭവം പുറത്ത് പറയാൻ അവസരം കിട്ടിയ നമുക്ക് ഭഗവാന്റെ അനുഭവം എത്ര പറഞ്ഞാലും നമ്മളിപ്പോഴും പറയാണ് ആ പൊന്നു തമ്പുരാന്റെ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട് ഇന്ന് ഇതിപ്പോൾ എനിക്കിവിടെ നിന്ന് ധൈര്യമായിട്ട് നമുക്ക് ആ പുസ്തകം എഴുതാം എന്ന് അതിന് ഇത് വന്നാലും ചെയ്യാനായിട്ടുള്ള ഒരു നിവർത്തി തമ്പുരാൻ തന്നുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ടിരുന്ന് പറയാൻ പറ്റുന്നത്. നമുക്കത് എത്ര അതിന് ഓരോ കുഴപ്പമില്ല. എന്ത് സപ്പോർട്ട് വേണോ ഞാൻ അങ്ങിരുന്ന് എഴുതിയാൽ മതി. ബാക്കി എന്ത് സപ്പോർട്ട് വേണോ ഞാൻ ചെയ്തു തരും. അത് ചെയ്ത് ഭഗവാന്റെ കാര്യത്തിന് ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി ചെയ്തു? എനിക്ക് ആകപ്പാടെ ചെയ്യാൻ ഓരോ ശ്വാസവും ഭഗവാനല്ലേ. എനിക്ക് എന്ത് ചെയ്താലും ഞാൻ ചെയ്യണത് ചെറുതാണ്. എനിക്ക് ഭഗവാൻ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം അത്ര ദയാലും അത്ര കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയതാണ്. കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അത്ര കഷ്ടപ്പെട്ട്. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 20 രൂപ ഈ സൈക്കിളിൽ പിരിവിന് വരേണ്ട കയ്യിൽ നിന്ന് അന്ന് 20 രൂപ, അതായത് എനിക്ക് ഒരു 7 വയസ്സുള്ളപ്പോൾ 20 രൂപ സ്വാമി പിരിവ് വാങ്ങിച്ചിട്ട് ഒരു ദിവസം 20 പൈസ വെച്ച് കൊടുക്കും. പിരിവുകാരന് ഡെയിലി 20 പൈസ വെച്ച് കൊടുക്കും. അന്ന് ഒരു റബ്ബർ ടാപ്പിംഗ് കത്തി പണിഞ്ഞാൽ 60 പൈസ കിട്ടും. അത്രേ ഉള്ളൂ. ഇന്ന് 250 രൂപ ഉള്ള ഒരു റബ്ബർ ടാപ്പിംഗ് കത്തിക്ക് 60 പൈസയേ ഉള്ളൂ. ഇത് ഒരു കത്തി ഇരുന്ന് പണിയണമെങ്കിൽ എത്ര സമയം എടുത്ത് പണിയുമെന്നറിയാം. അപ്പോൾ ഈ 20 രൂപ എടുത്തിട്ടാണ് എനിക്ക് പുതിയ ഉടുപ്പ്, നിക്കറ്, പിന്നെ സ്ലാറ്റും പെൻസിലും വാങ്ങിച്ചു തന്നത് 20 പൈസ, 20 രൂപ പലിശക്കെടുത്താണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത കുറേ സാർ, എന്ത് ചെയ്താലാണ് ഞാൻ എന്ത് ചെയ്താലും ശരിക്ക് ഒന്നും ആവില്ല. എനിക്ക് എന്തുണ്ടോ, ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കും, എന്തുണ്ടോ അതെല്ലാം എൻ്റെ ഭഗവാൻ തന്ന ദാനമാണ്. തീർച്ചയായിട്ടും എനിക്ക് തന്ന ദാനമാണ്. ഞാൻ ഇപ്പോഴും പറയാണ്, ഞാനൊന്നുമല്ല, ഞാൻ വെറും ഒരു ബിഗ് സീറോ ആണ്. ഞാനൊരു ബിഗ് സീറോ. എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നത്. ആ ഭഗവാൻ തന്നത് വച്ചിട്ട് ഞാൻ ഇന്നും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആശ്രമ ജീവിതം നയിച്ച് എൻ്റെ ജീവിത രീതിയൊക്കെ ഞാൻ എന്നെ കാണുമ്പം വളരെ ഞാൻ നല്ല കയ്യിൽ മുദ്ര ഇട്ടിരിക്കുന്നു. കാരണം ഇത് ഞാൻ മുദ്ര ഇടാതെ ആളുകളുടെ എല്ലാം നിങ്ങൾക്ക് ഭാഗ്യരത്നം ഇട്ട് നല്ലത് വരും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭാഗ്യരത്നം ഇട്ട് കാണിച്ചു കൊടുക്കണ്ടേ, മാതൃകയാവണ്ടേ? ഇതെല്ലാം ഭഗവാൻ തന്ന കല്ലാണ്. തീർച്ചയായിട്ടും ഈ കല്ലെല്ലാം സ്വാമി എന്ന കല്ലാണ്. ഇത് ഏത് കല്ലുകളെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് സ്വാമി എന്ന കല്ലാണ്. അപ്പോൾ ഈ കല്ലിൽ എന്തെങ്കിലും സത്യം ഇല്ലെങ്കിൽ സ്വാമി എനിക്ക് ആ കല്ല് തരുമില്ലല്ലോ. ഒരിക്കലും ഇല്ല. അപ്പൊ കല്ലില് സത്യമുണ്ട്, കല്ലില് എന്തെങ്കിലും ഗുണമുണ്ട്, ഇല്ലെങ്കിൽ കല്ല് ഭഗവാൻ കല്ല് തരിക എന്ന് പറഞ്ഞാൽ കല്ലെന്ന് പറഞ്ഞ സാധനത്തിന് പവറുണ്ട് എന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ആ ഫീൽഡിൽ ഇരിക്കണമെങ്കിലും ഭഗവാൻ എനിക്ക് തന്നു,
ഞാനത് ഇട്ടു, എനിക്കതിൽ നിന്ന് നേട്ടമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് മറ്റൊരാളിന് കൊടുക്കുന്നവർക്ക് വ്യത്യാസമുണ്ട്, അവർക്ക് നേട്ടം വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ദൗത്യമായിട്ട് വലിയ ഒരു ദൗത്യം ഇന്ന് ഇവിടെ വന്നത് സ്വാമി ഇതിനല്ല, ഭഗവാനെ കുറിച്ച് 4 വാക്ക് പറയാൻ വേണ്ടി വന്നതാണെങ്കിൽ പോലും ഇന്നൊരു വലിയ ദൗത്യം ഈ വ്യാഴാഴ്ചയും ഈ ഭഗവത് സന്നിധിയിൽ വെച്ച് വലിയ ഒരു ദൗത്യം അങ്ങനെ ഏൽപ്പിക്കാൻ വേണ്ടി മനസ്സോടെ ഏറ്റെടുക്കുന്നു. ആ ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടി ശരിക്കും ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ. അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ എടുത്തത്. സാധാരണ ഞങ്ങള് ഈ ഷൂട്ടിംഗ് വയ്ക്കുന്നത് അവധി ദിവസമാണ്, വല്ല ശനിയാഴ്ച ഞായറാഴ്ച എന്തെങ്കിലും ആയിരിക്കും. ഞാൻ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇന്ന് 213ാമത്തെ ചണ്ഡിക ഹോമം ചെയ്തിട്ട് ഞാൻ വന്നതാണ്. 213 മാസം ചോദിച്ചത്. 213 മാസം അമ്മ മുടങ്ങാതെ എല്ലാ മകത്തിനും ഇന്ന് പൂര നക്ഷത്രം മകത്തിന് ചണ്ഡിക ഹോമം ചെയ്തിട്ട് എത്തിയതാണ്. അപ്പോൾ ആ ചണ്ഡിക ഹോമം ഭഗവാൻ ഈ 213 മാസം അമ്മയും സ്വാമിയായിട്ടുള്ള ബന്ധം കൊണ്ടാണ് എനിക്ക് 213 മാസവും മുടക്കമില്ലാതെ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ബാലായ്മ വരാം. ഭഗവതി അമ്മയും സ്വാമിയായിട്ടുള്ള ബന്ധം കൊണ്ട് ആദ്യമായിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുപോകുന്നത് സ്വാമിയാണ്. കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ഈ അമ്മ ഒരു പ്രത്യേകതയുള്ളത് അമ്മയാണ് പിള്ളേ എന്ന് എൻ്റെ കൂടെ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റമ്മമാരെ പോലെ അല്ല, ഈ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. രാവിലെ ഇവർ കാളിയായിട്ടിരിക്കും, ഉച്ചയ്ക്ക് മഹാലക്ഷ്മി ആയിട്ടിരിക്കും, വൈകുന്നേരം മഹാസരസ്വതി ആയിട്ടിരിക്കും. ഈ വിഗ്രഹത്തിലാണ് 3 പ്രാവശ്യം അമ്മ വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് താഴെ കണ്ട പിള്ളേ ശിവലിംഗം ഇരിക്കണേ, ഈ ശിവലിംഗം അമ്മയ്ക്ക് കാവലിരിക്കുന്ന സ്വയംഭുലിംഗമാണ്. അമ്മയ്ക്ക് കാവലിരിക്കുന്ന മൂത്ത മോനാണ് താഴെ ഇരിക്കണേ. മറ്റു 2 പേരും ഇവിടെ ഉണ്ട്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ. അമ്മയാണ് പിള്ളേ ഇവിടെ ഇരിക്കണേ ദേവി. അങ്ങനെ ഒരു ദേവി ഭൂമിയിലില്ല പിള്ളേ. അതാണ് മൂകാംബികയുടെ പ്രത്യേകത. അപ്പോൾ ഭഗവാൻ സിമ്പിളായിട്ട് കൊച്ചിൽ എനിക്ക് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് ഭഗവാൻ ഒരിക്കൽ ഒരു ചിക്കൻ കുനിയ വന്ന് ഇത് വന്നപ്പോൾ പറഞ്ഞു, ഭഗവാൻ അസുഖം വരികയോ എന്ന് വെച്ചു. ഞാൻ അങ്ങ് വരേണ്ടി പോയി, കാരണം നമ്മളെയൊക്കെ രക്ഷയായി. സ്വാമിക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മളില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എവിടെ എന്ത് ചെയ്യാം. അപ്പാണ് പറഞ്ഞേ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ അമ്മയാണ് പിള്ളേ എവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ ആ ഓർമ്മയിൽ നേരെ ഓടി അവിടെ ചെന്നിട്ട് അവിടെ എന്ത് പൂജ ചെയ്യാം. അവിടുത്തെ ഏറ്റവും വലിയ പൂജയാണ് ചണ്ഡിക. അപ്പോൾ അമ്മയ്ക്ക് അന്നം കൊടുക്കുന്ന അമ്മയ്ക്ക് 3 അമ്മമാരെ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുത്തി അതാണ് ചണ്ഡികയാക്കിയിട്ട് 700 പ്രാവശ്യം 12 കിലോ അരിയുടെ പായസച്ചോറ് 700 പ്രാവശ്യം ഭാര്യ അമ്മയ്ക്ക് അന്നമായിട്ട് കൊടുക്കുന്നതാണ് ചണ്ഡിക ഹോമം. അപ്പോൾ ആ പൂജ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ആ പൂജ നിർത്താനായിട്ട് പേടി. അത് കഴിഞ്ഞ് ഭഗവാൻ ജീവസമാധിയിലേക്ക് പ്രവേശിച്ചപ്പോഴും ഭഗവാൻ പോയിട്ടില്ല. ഭഗവാന്റെ നാള് ഞാനിപ്പോഴും ഭഗവാന്റെ നക്ഷത്രമാണ്. ഭഗവാൻ ഇപ്പോഴും അവിടെ ഇരിക്കുകയല്ലേ. ഒരാളിനെ നക്ഷത്രം തീരണ എപ്പോഴാണ് ഭഗവാന് അങ്ങക്കറിയാമല്ലോ. ഒരാളുടെ നക്ഷത്രം തീരുന്ന ശരീരം തീരുമ്പോഴാണ് നക്ഷത്രം ഇല്ലാതാവണത്. ജന്മനാളെന്നാണ്. ഈ ജനിച്ച ശരീരം ഇരിക്കുന്നിടത്തോളം കാലം ആ നക്ഷത്രം തന്നെയാണ് നമ്മുടെ നക്ഷത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ മരിച്ച നക്ഷത്രത്തിനെ എടുക്കും. അതിനെയാണ് അടുത്ത ജന്മം വരുന്നത് ആ നക്ഷത്രത്തിൽ വരുമെന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ പല ആചാര്യന്മാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഭഗവാൻ ഇപ്പോഴും ആ ശരീരത്തിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് നാളെ മകൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മകൻ നക്ഷത്രത്തിനാണ് ഇന്നും ആ പൂജ ചെയ്തു വരണേ. ഞാൻ ഇന്ന് നിർത്തിയില്ല, കാരണം ഭഗവാൻ പോയിട്ടില്ലല്ലോ. ഇനി നശിക്കുന്ന ഒരാളെ ഉള്ളൂ, അത് ഞാനാണ്. ഭഗവാൻ നശിക്കില്ല, ഞാൻ നശിക്കും. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന കാലം വരെ ചെയ്യാം, ഞാൻ ആരോഗ്യം തരുന്ന വരെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് 213ാമത്തെ ചണ്ഡിഹോമം ചെയ്തിട്ട് വന്ന ദിവസം വന്ന് അത് വ്യാഴാഴ്ച ഇന്ന് അങ്ങയുടെ പ്രസൻസ് ഈ വീട്ടിലേക്ക് വന്നു. അങ്ങയെ കൊണ്ട് ഒരു ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടി സാക്ഷാൽ ഭഗവാൻ തന്നെ എന്നെ നിയോഗിച്ചെന്നാണ് ഞാൻ പറയുന്നത്. നടക്കൂല. ഇന്ന് വരുന്നതും അല്ലെങ്കിൽ ഇന്ന് വരാമെന്ന് ഇതുപോലെ അശോകൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ സ്വാമി വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. അങ്ങനെ ഞാൻ വന്ന് റെഡിയായിട്ട് അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഭക്തർക്ക് വേണ്ടി എന്തെങ്കിലും ഉപദേശം ഞങ്ങളെ ആശ്രമത്തിൽ ഉള്ള ഭക്തർക്ക് വേണ്ടി എന്തെങ്കിലും 2 ഉപദേശവും കൂടി അങ്ങ് പറയണം. അല്ല, ഭഗവാനെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഏത് കർമ്മം ചെയ്താലും അങ്ങ് നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളത്. ആ കാര്യം 100% വിജയമാവും. എനിക്കൊന്ന് കാരണം ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ സ്കൂളിൻ്റെയും എല്ലാം അത് ചാർജാണ്. ഞങ്ങൾ ട്രസ്റ്റ് 12 പേരുണ്ട് ഇപ്പം. അപ്പോൾ ഞങ്ങൾ ട്രസ്റ്റിൽ ഈ 12 പേരാണ് ഇന്ന് 3 ആശ്രമങ്ങളും ഭഗവാന്റെ സ്ഥാപനങ്ങളും മേൽനോട്ടം വഹിക്കണേ.
അപ്പോൾ അത് ഭഗവാൻ ബന്ധുക്കളോ സ്വന്തക്കളോ ഒന്നും വച്ചില്ല. ഈ 12 പേര് ട്രസ്റ്റ് വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഓരോ ചുമതലകൾ ഓരോന്ന് നോക്കാനായിട്ട് ഇപ്പം ചിന്താലയ വിദ്യാലയം അപ്പോൾ ഭഗവാന്റെ സ്വപ്ന പദ്ധതിയാണ്. ഭഗവാൻ ആ നാട്ടിലെ ജനങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ട്, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം, ഇനി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മളെ കുട്ടികൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോയാൽ അവർക്ക് ഗ്രിപ്പ് ഉണ്ടാവില്ല എന്ന് കണ്ടിട്ട് ഭഗവാൻ പാവപ്പെട്ട, അതായത് ആട്ടോ തൊഴിലാളികളും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും തൊഴിലുറപ്പിന് പോകുന്നവരുടെയും അതുപോലെ കൂലിപ്പണിക്കാരുടെ മക്കൾക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് ചിന്താലയ വിദ്യാലയം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ന് ഏറ്റവും നല്ല സ്കൂളിനുള്ള, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയ സ്കൂളാണ് ഞങ്ങളുടെ സ്കൂള്. അത്രയും നല്ല സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ സ്കൂളിൻ്റെ അത് വളരെ കണ്ണിലെ കൃഷ്ണമണി പോലെ പറ്റുന്ന രീതിയിൽ ഇപ്പം ഞാൻ എനിക്ക് എന്നെ മാനേജരായി ഇപ്പോൾ ഞാൻ ഇപ്പോൾ 2.25 വർഷമായി മാനേജറായിട്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ, ഒന്ന് NCCയുടെ ജൂനിയറും സീനിയറും ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ എന്ന് വെച്ചാൽ കുറേ കുട്ടികളുണ്ട് സാർ ഇവിടെ, KG തൊട്ട് +2 വരെ. KG തൊട്ട് +2 വരെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് എല്ലാം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എത്ര കുട്ടികളുണ്ടാവും? ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം 1000-ഓളം കുട്ടികളുണ്ട് സാർ. നല്ല 1000-ഓളം കുട്ടികളുണ്ട്. നല്ല സ്ട്രെങ്ത്. കഴിഞ്ഞ ഞങ്ങൾക്ക് 98% +2വിൻ്റെ CBSE റിസൾട്ട്. 97.4 10ാം ക്ലാസ്സിൽ. ഇല്ല, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കൂള് സാധാ ഇത് അൺഎയ്ഡഡ് സ്കൂള്. അപ്പോൾ ഫീസ് വെച്ചേ പറ്റുള്ളൂ, നിങ്ങൾ നടത്തിയേ പറ്റുള്ളൂ. കാരണം ഇല്ല, ഇതിൽ പാവപ്പെട്ട കുട്ടികൾ ആണ് കൂടുതൽ പഠിക്കുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 200ഓളം കുട്ടികളും ഞങ്ങൾ സ്പോൺസർഷിപ്പ് പഠിപ്പിക്കുകയാണ്. അച്ഛയില്ലാത്ത അമ്മയില്ലാത്ത അവർക്ക് പഠിക്കണമെന്നുണ്ട്, പഠിക്കാൻ കഴിവുണ്ട്, കുട്ടികൾക്ക് നിവൃത്തിയില്ല. അപ്പം ഞങ്ങൾ എന്നാൽ കഴിയുന്ന ആളുകളുടെ എല്ലാം സഹകരിച്ച് നമ്മൾ മാക്സിമം ഇതിനകത്തുള്ളവരും അല്ലാത്തവരും എല്ലാം കൂടി 200ഓളം കുട്ടികളെ ഞങ്ങൾ സ്പോൺസർഷിപ്പിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഭഗവാന്റെ സ്വപ്ന പദ്ധതിയായ ആ സ്കൂളിൻ്റെ അധിപനായിട്ട് കുറച്ച് ദിവസം ഇരിക്കാനും, അത് തമ്പുരാൻ തന്നെ എന്നെ പോലെ എനിക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചോ ഒരു വിവരം ഇല്ലാത്ത ഒരാളാണ്. സർവ്വതാ യോഗ്യൻ. ഇങ്ങനെയല്ല, ഭഗവാൻ എന്നെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചു. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ഭഗവാൻ യോഗിച്ചാൽ പിന്നെ നമ്മൾ മറിച്ചൊന്നും ഇല്ല, ഒന്നും ചിന്തിക്കില്ല, അതൊക്കെ ചെയ്യാ. ഭഗവാൻ എന്നെ വ്യാപിച്ച ജോലി നിയോഗമല്ലേ. 100%. എത്ര തിരക്കായാലും നിയോഗമെന്ന വാക്കിന് ആജ്ഞ എന്ന് കൂടി അർത്ഥം. 100% ആജ്ഞ തന്നെയാണ്. ഭഗവാൻ ആജ്ഞാപിച്ചാൽ അതിനപ്പുറത്തില്ല. അതെ, ഭഗവാൻ എന്നെ കൊണ്ട് ഞാൻ അവിടെ കയറി. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയണം, ഞാൻ ചിന്താലയ വിദ്യാലയത്തിലേക്ക് കാലെടുത്ത് ചവിട്ടിയപ്പം ഭഗവാനും കൂടെ എൻ്റെ കൂടെ കയറി സ്കൂളിലേക്ക്. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ ഭഗവാൻ എല്ലാം നടത്തുകയാണ്. ഞാനൊരു കവചം, ഞാനൊരു റബ്ബർ സ്റ്റാമ്പ്. ഇത് ഞാൻ മനസ്സിലാക്കി തന്നെ പോണ്. ഞാൻ വേറെ റബ്ബർ സ്റ്റാമ്പാണ്, നടത്തുന്ന ഭഗവാനാണെന്ന് എനിക്ക് നല്ലതല്ല. അതുകൊണ്ട് ഞാനും ഉപകരണം. എന്തൊക്കെ ഇവർ ചാടി വന്നാലും, എന്തൊക്കെ എവിടെ കൂടി വന്നാലും ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാനാണ് നടത്തുന്നത്. ഭഗവാനെ അപ്പോൾ എന്തൊക്കെ ആരോപണങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ടുവന്നാലും എല്ലാം ഭഗവാൻ അങ്ങ് മാറ്റി നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് ഭഗവാൻ കൊണ്ടുപോകും. ആരോപണം വന്നാലും നമ്മളതൊക്കെ ഒരു പുഷ്പമായിട്ട് സാറ് ഞാൻ അങ്ങനെ കാണാറുള്ളൂ സ്വാമി. കാരണം ഇതിൽ ഞാൻ നേരത്തെ പറയുന്നത്, നമ്മളാൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈശ്വരനെ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ ആ ഈശ്വരനെ സാധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ആണ് എന്ന് തോന്നിപ്പോയാൽ അനങ്ങൂല. ഇപ്പൊ തന്നെ നമ്മൾ ഒരു ദൗത്യം പറഞ്ഞു, ഇത് ഭഗവാൻ ഈ സമയത്ത് പറയിപ്പിച്ചതാണ്. അത് അങ്ങ് മനസ്സിൽ തോന്നാനും അത് പറയാനും അത് അങ്ങ് ഏറ്റെടുക്കാനും ആ ദൗത്യത്തിലേക്ക്, അതും ഒരു ദൗത്യം തീരാറായ സമയത്ത്, അതും വലിയൊരു ദൗത്യമാണ് ചെയ്ത് തീർക്കാൻ പോണത്, ചെറിയ കാര്യമല്ല. മനസ്സിലായില്ല? അതും ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് മുരുകൻ. മനസ്സിലായില്ലേ? മുരുകൻ അതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. മുരുകൻ ഭഗവാൻ സുഖമില്ല കിടക്കുന്ന സമയത്ത് മുരുകൻ അവിടുന്ന് പോയിട്ടില്ല. മുരുകന്റെ പ്രസൻസ് അവിടെ ഉണ്ട്. ഭഗവാൻ ഒരു ദിവസം ചെന്നവൻ പറഞ്ഞു, ഇന്നലെ രാത്രി മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു പിള്ളേ, ഇപ്പൊ നിങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇവിടുന്ന് പോയത്. മനസ്സിലായില്ല? അപ്പൊ അത്ര സുബ്രഹ്മണ്യ സ്വാമിയായിട്ട് ബന്ധം. അപ്പൊ ആ ഒരു കാര്യം അദ്ദേഹത്തിന് എഴുതിയപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ യാപ്പിക്കുകയാണ്, എന്നെ എഴുതി അടുത്ത ആളുടെ കൊടുത്ത് എഴുതാനായിട്ട് അദ്ദേഹം തന്നെ യാപ്പിച്ചത്. 100% സ്വാമിയെ കൊണ്ട് പറ്റും. അത്രയല്ല, സ്വാമിയെ കൊണ്ട് പറ്റും. അത് എഴുതുക എന്ന് പറഞ്ഞാൽ അക്ഷരം അങ്ങയുടെയിലേക്ക് വരണമെങ്കിൽ, അപ്പോൾ അത് സരസ്വതി ദേവിയുടെ കൃപ അങ്ങക്ക് ഉണ്ട്, അനുഗ്രഹമുള്ളവനാണ്. അത് ഭഗവാന്റെ വായിന്ന് എന്നെ കേൾക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തില്ല. നമ്മളെ പോലെ ഏതെങ്കിലും ആപ്പ് ഉപ്പ് പറയണല്ല.
സാക്ഷാൽ ഈശ്വരൻ തന്നെ പറഞ്ഞു ശരിക്ക് സരസ്വതീയ കടാക്ഷമുള്ളവൻ എന്ന് അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് അങ്ങേ പറയണമെങ്കിൽ പിന്നെ അത് വേറെ അതിന് ഉദാഹരണമാണ് അങ്ങയുടെ ഇത്രയും ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങൾ ഒന്നിനും ഒന്ന് മെച്ചങ്ങളാണ്. ഒരെണ്ണം പോലും മാറ്റി വയ്ക്കത്തക്ക ഒരു ഗ്രന്ഥമില്ല. അപ്പൊ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയതാണ്. ചുമ്മാ കിടന്നുറങ്ങണേക്കാൾ ഇതങ്ങ് ചെയ്യാൻ പിന്നെ നിസ്സാര കാര്യവും ജീവിക്കല്ലേ. ഇതൊന്നും മരിക്കൂലല്ലോ. പണത്തിനോട് ലക്ഷ്യം വെച്ചാലേ ഗ്രന്ഥം ഒന്നും മരിക്കൂലല്ലോ. അതെ അതെ. അക്ഷരം നശിക്കാത്തത് മാത്രം അക്ഷരം മാത്രമല്ലേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം നശിച്ചു പോകും. അതെ. ഇപ്പം ഞാൻ തന്നെ സ്കൂളിൽ എല്ലാം ഒരാളിൻ്റെ അടുത്ത് പോയി ഒരു കുട്ടിക്ക് വേണ്ടി പറയുമ്പോൾ, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറയുമ്പോൾ നിങ്ങൾ അന്നം കൊടുത്തു. ഈ അന്നം രാവിലെ കൊടുത്തത് ഉച്ചയാകുമ്പോൾ വീണ്ടും വിശക്കും. അതെ അതെ. ഉച്ചയ്ക്ക് കൊടുത്തത് രാത്രിയാകുമ്പോൾ വീണ്ടും വിശക്കും. അന്നം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. പക്ഷേ ബാക്കി എന്ത് കൊടുത്താലും, സ്വത്ത് കൊടുത്താലും പൈസ കൊടുത്താലും നശിക്കാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ. അത് അറിവാണ്, അക്ഷരമാണ്. നിങ്ങൾ ഒരു കുട്ടിക്ക് അറിവ് കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ മഹത്തായ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാനില്ല. ആ കുട്ടിയുടെ ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന ഒന്നാണ് അറിവ്. കഴിഞ്ഞു പോയ അനേകം ജന്മങ്ങളിലെ അന്ധകാരത്തെ പ്രക്ഷാളനം ചെയ്യുകയാണല്ലോ 100%. അപ്പോൾ ഒരു കുട്ടിക്കെങ്കിലും അറിവ് കൊടുത്ത് ആ കുട്ടിയെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അപ്പോൾ ആ അറിവിൻ്റെ ഒരു അതാണ് ഞാൻ ഭഗവാൻ ആഗ്രഹിച്ച ഒരു സാധനം. അറിവിലൂടെ മാത്രമേ ഇനി ഉയർച്ചയുള്ളൂ. ഇത് എന്തറിവ് എന്നുള്ളിടത്തല്ല. ഭഗവാൻ പഠിക്കണം, എന്ത് പഠിച്ചാലും പിള്ളയെ അഗാധമായി പഠിക്കണം. ഭഗവാൻ പറയുന്ന ഒരു കാര്യമാണ്. എന്ത് പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ പഠിക്കുന്നതിൽ നല്ല പോലെ പഠിക്കണം. അതിനെ മനസ്സിലാക്കി പഠിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ആ പഠിത്തം കൊണ്ട് ഗുണം വരും. അല്ലാതെ കുറെ പുസ്തകം എ സ്ക്വയറും ബി സ്ക്വയറും പഠിച്ചത് കൊണ്ട് ഒരു സ്ക്വയറും ആയിട്ടില്ലാരും. ഒന്നുമില്ല. അപ്പോൾ ഇത് ആവണമെങ്കിൽ അത് അഗാധമായി അത് പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് വരും. കാരണം ചിന്താലയ വിദ്യാലയത്തിലെ ഒരു കുട്ടികൾ പോലും ഇന്ന് വരെ താഴെക്കടി പോയിട്ടില്ല. ആ പുണ്യ ഭൂമിയാണ്. അതിനകത്ത് വന്ന് പഠിച്ചിട്ടുള്ള ഒരാളും ആ നാശത്തിലേക്ക് പോയിട്ടില്ല. കാരണം അത് ഭഗവാന്റെ പാദസ്പർശം അത്ര മഹനീയമായ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സമയം അങ്ങ് ചെലവഴിച്ച അങ്ങക്ക് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.